നമ്മൾ നോക്കാൻ പോകുന്നത് എലമെൻ്ററി കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടാണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അതിൻ്റെ വാല്യൂ ഒരു സ്റ്റെപ്പ് ഷേപ്പ് ആയിരിക്കും. നമുക്ക് ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ, അതായത് ആംപ്ലിറ്റ്യൂഡ് 1 ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം, യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. അപ്പോൾ അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യു ഓഫ് ടി എന്നാണ്. യു ഓഫ് ടിയുടെ വാല്യൂ എത്രയായിരിക്കും, 1 ആയിരിക്കും വരാം എപ്പോഴാണെങ്കിൽ ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അത് 0യോ അല്ലെങ്കിൽ അതിൻ്റെ മേലെ വരുന്ന എല്ലാ വാല്യൂസിനും അതിൻ്റെ വാല്യൂ, ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും വരാം, 1 ആയിരിക്കും വരാം. ആൻഡ് അതല്ലാത്ത സമയത്ത്, അതായത് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും വരുന്നത്. അതാണ് അവിടെ ഫംഗ്ഷൻ എഴുതിയിട്ടുള്ളത്, യു ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതർവൈസ് എന്താണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ആ ഫംഗ്ഷൻ നമ്മൾ എന്താ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് യു ഓഫ് ടി, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0യുടെ മേലെ വരുന്ന എല്ലാ വാല്യൂസിനും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി നമുക്ക് ഇത് തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടും എന്താണ് യൂസ് ചെയ്യാം. അതായത് ടൈം ഷിഫ്റ്റ് ചെയ്യാണ് നമ്മളോട് ചെയ്യുന്നത്. അതാണ് ഷിഫ്റ്റഡ് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഷിഫ്റ്റഡ് മീൻസ് നമുക്കിവിടെ യു ഓഫ് ടി മൈനസ് എയോ അതേപോലെ ടി പ്ലസ് എയോ ആവാം. ടി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിഗ്നലിനെ റൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും ചെയ്യുക. ആൻഡ് ടി പ്ലസ് എ എന്ന് പറയുമ്പോൾ അതിന് ലെഫ്റ്റ് ഷിഫ്റ്റ് ആയിരിക്കും അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യു ഓഫ് ടി മൈനസ് എ നോക്കാം. യു ഓഫ് ടി മൈനസ് എയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പോഴാണെങ്കിൽ ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, അതായത് ഈ ഒരു ഷിഫ്റ്റ് ചെയ്ത് എ ആണല്ലോ, അപ്പോൾ അവിടെ തൊട്ടായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആവണത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക, നമുക്ക് ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അവിടുന്ന് തൊട്ടായിരിക്കും ഇ ഓഫ് ടി മൈനസ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആവുന്നത്. അതാണ് ഇങ്ങനെ വരയ്ക്കാൻ കാരണം. ആൻഡ് അതല്ലാത്ത സമയത്ത്, ബാക്കിയുള്ള സമയത്തൊക്കെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് യു ടി പ്ലസ് എ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരാം, ഇതിപ്പോൾ റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ടി പ്ലസ് എ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ആയിരിക്കും വരാം. അപ്പോൾ അവിടെ അതിൻ്റെ വാല്യൂ 1 എപ്പോഴായിരിക്കും നമുക്ക് തുടങ്ങാം, ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ എന്ന് പറയുമ്പോൾ മൈനസ് എ എടുക്കുക, ആ പോയിന്റ് തൊട്ടിട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് കണ്ട നമ്മളിവിടെ 1 വരച്ചു. ഇനി അതല്ലാത്ത സമയത്തൊക്കെ, അതായത് ഇതിൻ്റെ താഴെ വരുന്ന എല്ലാ വാല്യൂസും എന്തായിരിക്കും, അവിടെ 0 ആയിരിക്കും വരാം. അപ്പോൾ ഇനിയാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അടുത്തത് യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ. യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആർ ഓഫ് ടി എന്നാണ്. ആർ ഓഫ് ടി ഈക്വൽ ടു ടി ആയിരിക്കും ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതർവൈസ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും വരാം, ടി ലെസ് ദാൻ 0 വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരാം, അതായത് ആർ ഓഫ് ടി ഈക്വൽ ടു ടി എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഈ ഒരു ഷേപ്പാണ്, നമ്മളിങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കും ലീനിയറായിട്ട്. അപ്പോൾ ഇവിടെ ഈക്വൽ ഇൻ്റർവെൽസ് ആയിരിക്കും വരാം, ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 45 ഡിഗ്രി കൂടെ കടന്നു പോകുന്ന ഒരു ലൈനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അവിടെ ആർ ഓഫ് ടി ഈക്വൽ ടു ടിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ആർ ഓഫ് ടി ഈക്വൽ ടു നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ ടേംസ്, യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ വാല്യൂ 1 ആയിരുന്നു, അതിൻ്റെ ടേംസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഇൻറ്റു യു ഓഫ് ടി എന്ന് എഴുതാം. ഇവിടെ ആർ ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് യു ഓഫ് ടി ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഓഫ് ടി എന്ന് പറയുന്നത് വാല്യൂ 1 ആയതുകൊണ്ട് ഇൻറ്റഗ്രൽ 1 ഡി ടി എന്ന് വരും. അപ്പോൾ 1 ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി ആണ് വരാം. ഏത് ഇൻറ്റർവെല്ലായിരിക്കും, ടി ഗ്രേറ്റർ ദാൻ 0. ഇതാണ് യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് യൂണിറ്റ് പാരബോളിക് ഫംഗ്ഷൻ. യൂണിറ്റ് പാരബോളിക് ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി ഓഫ് ടി എന്നാണ്. പി ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2 ആയിരിക്കും ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആൻഡ് അതല്ലാത്ത സമയത്ത് എന്തായിരിക്കും, ടി ലെസ് ദാൻ 0 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതൊരു പാരബോളയുടെ ഷേപ്പ് ആയിരിക്കും ഇതിൻ്റെ ഒരു ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടി സ്ക്വയർ ബൈ 2 ആണല്ലോ, അപ്പോൾ 1 ആയിരിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടി സ്ക്വയർ ബൈ 2 1 എടുക്കുമ്പോൾ എന്ത് വരും, അവിടെ 0.5 ആണ് വരാം. അപ്പോൾ അവിടെ ആ സമയത്ത് ഇവിടെ വാല്യൂ എന്ന് 0.5 ആയിരിക്കും. ആൻഡ് 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 2 സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ 2 ആണ് വരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാരബോളയുടെ ഷേപ്പ് ആയിരിക്കും അവിടെ വരാം. അപ്പോൾ ഇതാണ് പി ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ പി ഓഫ് ടി നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ എന്താണ് ടേംസിൽ എഴുതാൻ പറ്റും. അവിടെ പി ഓഫ് ടി ഈക്വൽ ടു ഈ ടി സ്ക്വയർ ബൈ 2 ഇൻറ്റു യു ഓഫ് ടി എന്ന് നമുക്ക് അവിടെ എഴുതാം. ഇത് യു ഓഫ് ടിയുടെ വാല്യൂ 1 ആയതുകൊണ്ട്. അപ്പോൾ പാരബോളിക് ഇൻപുട്ട് കിട്ടാനായിട്ട് നമ്മൾ റാമ്പ് ഇൻപുട്ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ പി ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ആർ ഓഫ് ടി ഡി ടി. ആർ ഓഫ് ടി എന്ന് പറയുന്നത് ടി ആണ്, അപ്പോൾ ടി ഡി ടി എന്ന് വരും.
അപ്പോൾ ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t²/2. അപ്പോൾ അത് ഇൻ്റർവെല്ലിൽ ഏതായിരിക്കും വരുന്നത്? അവിടെ t > 0 ഈ ഇൻ്റർവെല്ലിലായിരിക്കും ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുക. അടുത്തത് ഇമ്പൾസ് ഫംഗ്ഷൻ. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് സിഗ്നൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കവിടെ ഇമ്പൾസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇമ്പൾസ് ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ എങ്ങനെയായിരുന്നു? നമ്മൾ ആ ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞ ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്തിൽ ആ സിഗ്നലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/Δ ആയിരിക്കും. അതായത് ആ ടൈം t=0 എന്ന് പറയുമ്പോൾ അവിടെ ഡെൽറ്റയുടെ വാല്യൂ 0 ആണല്ലോ, അപ്പോൾ അവിടെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ അതാണ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ആ ടൈം t=0 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? -∞ to ∞ del(t) dt = 1 ആണ് വരാം. ആൻഡ് del(t) 0 എപ്പോഴാണെങ്കിൽ t ≠ 0. t 0 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ആൻഡ് ടൈം t ≠ 0 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് del(t) 0 ആയിരിക്കും വരാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ടൈം t 0 ആംപ്ലിറ്റ്യൂഡ് ഈസ് ഇൻഫിനിറ്റി. ഇതാണ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇമ്പൾസ് ഫംഗ്ഷൻ നോക്കി. ഇപ്പോൾ യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് -∞ del(t) dt = 1. അപ്പോൾ അതിൻ്റെ വാല്യൂ 0ലാണ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ, del(t) എന്ന് പറയുന്നത്. അപ്പോൾ del(t) 0 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി അത് തന്നെ ഡിലേഡ് ഇമ്പൾസ് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ -∞ to ∞ del(t - a) = 1 ആയിരിക്കും വരിക ഫോർ t = a. അപ്പോൾ t = a അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ അതാണ് del(t - a) എന്ന് പറയുന്നത്. അടുത്തത് റെക്റ്റാങ്കുലർ പൾസ് ഫംഗ്ഷൻ. റെക്റ്റാങ്കുലർ പൾസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആ സിഗ്നലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എഴുതുമ്പോൾ π(t) എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. π(t) 1 ആയിരിക്കും ഫോർ മോഡ് t <½ ഓർ അതർവൈസ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ മോഡ് t <½ എന്ന് പറയുമ്പോൾ അവിടെ -½ +½ ഇടയ്ക്കായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ -½ +½ മാർക്ക് ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പറയുന്നത് റെക്റ്റാങ്കുലർ പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ട്രയാങ്കുലർ പൾസ് ഫംഗ്ഷൻ. അപ്പോൾ ട്രയാങ്കുലർ പൾസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സിഗ്നലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് del(t) എന്നാണ്. del(t) എന്ന് പറയുന്നത് 1 - mod t/a ആണ് വരുന്നത്. അപ്പോൾ mod t <= a. അതായത് -a ൻ്റെയും ഇടയ്ക്കാണ് ആ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുക. അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് റൈസ് ചെയ്യുക. അവിടെ അതല്ലാത്ത സമയത്തൊക്കെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. mod t > a. അടുത്തത് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് SGN(t). അതായത് സിഗ്നം ഓഫ് t = നമുക്ക് 1 എപ്പോഴാണെന്ന് വെച്ചാൽ t > 0 ആൻഡ് -1 when t <0. t > 0 സമയത്ത് അതിൻ്റെ വാല്യൂ 1 ആണല്ലോ. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ സിഗ്നൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? അപ്പോൾ t > 0 എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് t > 0. ഈ t <0 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താ നെഗറ്റീവ് t ആക്സിസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അവിടെ -1 ആയിരിക്കും. അപ്പോൾ നമുക്കത് യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ ടേംസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ SGN(t) = -1 + 2 × e(t) എന്നാണ് നമ്മളവിടെ എഴുതുക. അടുത്തത് സിങ്ക് ഫംഗ്ഷൻ. സിങ്ക് ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിങ്ക് ഓഫ് t = sin t/t എന്നാണ്. എന്താണ് ടൈം ഇൻ്റർവെൽ എന്നതിനായിരിക്കും -∞ +∞ ഇടയ്ക്കായിരിക്കും. അതായത് -∞ <t > ∞. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഷേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഓസിലേറ്റ് ചെയ്യുന്നതിനൊപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ ടൈം t അനുസരിച്ചിട്ട് അത് ഡീകേ ചെയ്യും. അപ്പോൾ അവിടെ കണ്ട സിങ്ക് ഫംഗ്ഷൻ ഓസിലേറ്റ്സ് വിത്ത് പീരീഡ് 2π. അപ്പോൾ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. ബട്ട് ഇത് ടൈം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഡീകേ ചെയ്ത് കുറഞ്ഞ് വരും. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ പറയുന്നതാണ് സിങ്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഗോഷ്യൻ ഫംഗ്ഷൻ. അപ്പോൾ ഗോഷ്യൻ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് g(t) എന്നാണ്. അപ്പോൾ അതെങ്ങനെ വരാം? ഫംഗ്ഷൻ e - at² എന്നാണ് വരുന്നത്. -∞ t < ∞. അതാണ് അവിടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പ് ആയിരിക്കും അവിടെ വരുന്നത്. നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി തിയറി ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗോഷ്യൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് സൈനസോയ്ഡൽ സിഗ്നൽ. സൈനസോയ്ഡൽ സിഗ്നൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് x(t) = a sin ωt + θ.
അവിടെ എ എന്ന് പറയുന്നത് അവിടെ ആംപ്ലിറ്റ്യൂഡും തീറ്റ എന്ന് പറയുന്നത് ഫേസ് ആംഗിളും ആണ്. അടുത്തത് റിയൽ എക്സ്പോണൻഷ്യൽ സിഗ്നൽ. റിയൽ എക്സ്പോണൻഷ്യൽ സിഗ്നലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി സിക്കൽ ടു എ ഇ റേസ് ടു എ ടി. എക്സ്പോണൻഷ്യലി ആയിരിക്കും അത് വേരി ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എ സിക്കൽ ടു 0 വിചാരിക്കാം. അപ്പോൾ അവിടെ ഇ റേസ് ടു 0 1 ആവുമല്ലോ. അപ്പോൾ എക്സ് ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എ വരും. മീൻസ് അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇനി എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും വരാം? എ ഇ റേസ് ടു എ ടി എന്ന് വരും. അപ്പോൾ അവിടെ അത് എക്സ്പോണൻഷ്യലി അത് റൈസ് ചെയ്യും. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത്, എ ഗ്രേറ്റർ ദാൻ 1ന് കറസ്പോണ്ടിങ് ആയിട്ട്. അടുത്തത് എ ലെസ് ദാൻ 1 ആണെങ്കിൽ അവിടെ ഈ ഒരു സിഗ്നലിലല്ലോ അത് നെഗറ്റീവ് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, അതിങ്ങനെ കുറഞ്ഞു വരും ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത്. ഇതാണ് റിയൽ എക്സ്പോണൻഷ്യൽ സിഗ്നൽ എന്ന് പറയുന്നത്. അടുത്തത് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ. അപ്പോൾ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നലിൻ്റെ ഫംഗ്ഷൻ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു എസ് ടി ആണ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ. നമ്മൾ അത് എസ്സിനെ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ ടി എന്ന് വരും. അപ്പോൾ നമ്മളിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇ റേസ് ടു സിഗ്മ ടി പ്ലസ് ജെ ഒമേഗ ടി എന്ന് വരും അല്ലേ. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു സിഗ്മ ടി ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് എഴുതാം. അതിൽ ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇ റേസ് ടു ജെ ഒമേഗ ടിക്ക് പകരം. അപ്പോൾ അവിടെ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു സിഗ്മ ടി കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി എന്ന് വരും. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് ടി കിട്ടി, ഇ റേസ് ടു സിഗ്മ ടി ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി. ഇനി ഫസ്റ്റ് കേസ് വെൻ എസ് ഈസ് ഈക്വൽ ടു 0. എസ് 0 ആവണമെങ്കിൽ അവിടെ സിഗ്മയും ഒമേഗയും 0 ആവണം. അങ്ങനെ 0 ആവണ കേസ് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? അവിടെ ഇ റേസ് ടു 0 1 വരും ആൻഡ് കോസ് 0 1. അപ്പോൾ അവിടെ നമുക്ക് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നൽ അവിടെ പ്യുവർ ഡി സി ആയിട്ട് കിട്ടും. അപ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് ലൈനായിട്ട് നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്യും ഡി സി. ഇനി വെൻ എസ് ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മ. മൈനസ് സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മയുടെ വാല്യൂ അത് നെഗറ്റീവ് റിയൽ ആക്സിസിലെ എത്ര വരെ അതിൻ്റെ വാല്യൂ ആണ് വരുന്നത്, സിഗ്മ ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ. അതിൻ്റെ ഒമേഗ 0 ആണെങ്കിൽ അവിടെ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഇ റേസ് ടു നെഗറ്റീവ് വരും, നെഗറ്റീവ് സിഗ്മ ടി എന്ന് വരും ആൻഡ് കോസ് 0 1. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു സിഗ്നലായിരിക്കും വരാം. അതാണ് എസ് ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മയുടെ കേസിൽ. ഇനി വെൻ എസ് ഈസ് ഈക്വൽ ടു പ്ലസ് സിഗ്മ ദാറ്റ് ഇസ് സിഗ്മ ഗ്രേറ്റർ 0 ആൻഡ് ഒമേഗ 0 എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ കോസ് 0 1 ആവും, സൈൻ 0 0 ആവും, അങ്ങനെ ഇ റേസ് ടു പ്ലസ് സിഗ്മ ടി എന്ന് വരും. അങ്ങനെ ആകുമ്പോൾ ആ സിഗ്നൽ എക്സ്പോണൻഷ്യലി ഒരു റൈസിങ് സിഗ്നലായിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അടുത്തത് വെൻ എസ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ജെ ഒമേഗ ദാറ്റ് ഈസ്, അതായത് ഇത് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ റിയൽ പാർട്ട് 0 ആണ്, സിഗ്മ 0. നമുക്കിത് ഇതിൽ 0 ആകുമ്പോൾ നമുക്ക് ബാക്കി വരുന്ന ടൈം എങ്ങനെയായിരുന്നു? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി ആണ്. അതിന് പകരം ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറഞ്ഞിട്ട് എഴുതി എക്സ് ഓഫ് ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സിഗ്നൽ എങ്ങനെയായിരിക്കും വരാം? നമുക്കൊരു സൈൻസോയിഡൽ ഷേപ്പ് ആയിരിക്കും വരാം, ഒരു സൈൻ വേവ് ആയിരിക്കും വരാം. അപ്പോൾ അവിടെ ഫേസ് എന്ന് പറയുന്നത് അവിടെ 0 ഡിഗ്രി ആയിരിക്കും വരും. അടുത്തത് വെൻ എസ് ഇസ് ഈക്വൽ ടു മൈനസ് സിഗ്മ പ്ലസ് ഓർ മൈനസ് ജെ ഒമേഗ, അതായത് ഇവിടെ റിയൽ പാർട്ട് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഓസിലേറ്റിംഗ് ആയിരിക്കും നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത്. ബട്ട് അത് ഇങ്ങനെ ഡീക്കേ ചെയ്ത് വരും, അങ്ങനെ കുറഞ്ഞ് വാല്യൂ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരും. അതായിരിക്കും എൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി എസ് ഈസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ എന്ന് പറയുന്നത് അവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ആ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഓസിലേറ്റിംഗ് ആയിരിക്കും. ബട്ട് അതിങ്ങനെ വേരി ചെയ്യും, അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതാണ് 6th കേസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് വേരിയസ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് എന്ന് പറയുന്നത്.